ശ്രീകൃഷ്ണ കർണാമൃതം 11-ാമത്തെ ശ്ലോകം. ഹൃദയേ മമ ഹൃദ്യവിഭ്രമാണാം ഹൃദയം ഹർഷവിശാലലോലനേത്രം തരുണം വ്രജബാലസുന്ദരീണാം തരളം കിഞ്ചന ധാമസന്നിധത്താം. ഹൃദയേ മമ ഹൃദ്യവിഭ്രമാണാം ഹൃദയം ഹർഷവിശാലലോലനേത്രം തരുണം വ്രജബാലസുന്ദരീണാം തരളം കിഞ്ചന ധാമസന്നിധത്താം. ഭഗവാന്റെ മനോഹരമായ ആ ലീലകളോടുകൂടി ആ സുന്ദരികളായ ആ ഗോപികമാർ ഭഗവാന്റെ ഹൃദയം തന്നെയായി തീർന്ന ആ സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണുകളോട് കൂടിയതും ആ നവയൗവനത്തിലുള്ളതുമായ ആ തിളങ്ങുന്ന തേജസ് തൻ്റെ ഹൃദയത്തിൽ സാന്നിധ്യം ചെയ്യണമേ, തൻ്റെ ഹൃദയത്തിലും വസിക്കണമേ. അത് ഓരോ ശ്ലോകങ്ങളെടുത്ത് നോക്കുമ്പോൾ ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഒരു പ്രത്യേകതയാണ്, ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണോ അല്ല, സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുകയാണ്. ഭഗവാനോടൊരു സ്നേഹമാണ് ഈ പുസ്തകം വായിച്ച് തീരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഭഗവാനോട് നമുക്ക് ഒരു സ്നേഹം, ദിവ്യ പ്രേമം എന്നൊക്കെ പറയാവുന്ന ആ സുന്ദരികളുടെ ഗോപികമാരുടെ ആ സ്നേഹവും ഭഗവാനോടുള്ള ആ ആഗ്രഹവും കാമിക്കുക എന്ന് തന്നെ പറയാം. ഭഗവാനെ അങ്ങ് ഹൃദയത്തിലേറ്റിയവർ, അത്രയ്ക്ക് ആ സ്നേഹം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ, ഭഗവാന്റെയും ഗോപികമാരുടെയും ഹൃദയങ്ങൾ തമ്മിൽ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് ആണ് ഓരോ ശ്ലോകങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനെ ധ്യാനിച്ച് എന്നാണ് പറയുന്നത്. ഗോപികമാരുടെ ഹൃദയം രണ്ടല്ലാതെ ആയിത്തീർന്നു. അത് നമ്മൾ പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും നീയും അന്യനല്ല, ഒന്നാണെന്ന്. അതായത് നമ്മുടെ ഭഗവാനും നമ്മളും രണ്ടല്ല, ഒന്നാണെന്നുള്ള ഇതാണല്ലോ പറഞ്ഞു വരുന്നത്. ജീവാത്മാവും പരമാത്മാവും അതാണ് ഈ ശ്രീകൃഷ്ണമാരുടെയും ഗോപികമാരുടെയും തമ്മിലുള്ള രാസക്രീഡയുടെ അന്തസത്ത എന്ന് പല ആചാര്യന്മാരും പറയാറുണ്ട്. അതിവിടെയും അതുപോലെ തന്നെ ഒന്നായി തീർന്നു ഹൃദയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഒന്നാണത്, രണ്ടല്ല. അതായത് ശ്രീകൃഷ്ണനും രാധയും രണ്ടല്ലെന്ന് ഒരുപാട് സ്ഥലത്ത് അതിനെക്കുറിച്ചുള്ള വർണ്ണനകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുരാണങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലുണ്ട്. അതുപോലെ തന്നെ പല പുരാണങ്ങളിൽ, വിഷ്ണു പുരാണത്തിൽ, പിന്നെ ഗർഗഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പറയുന്നത് ഗോപികമാരും ഭഗവാനും തമ്മിൽ അല്ല, അവരൊന്നാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് കാണുന്നത് കൊണ്ട് രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ നിൽക്കുന്നതായിട്ടാണ് രാസലീല നൃത്തം തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നാണ്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ നമ്മുടെ ഹൃദയവും ഇപ്പോൾ ഭഗവാന്റെ ഹൃദയവും ഒന്നായി തീരുന്നതായിട്ട് നമുക്ക് തോന്നുക. അതാ ഭഗവാനോടുള്ള ആ സ്നേഹം, സ്നേഹം മാത്രം, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കുക. ആ ഭക്തി, അവിടെ ആ സ്നേഹഭക്തി, പല ഭാവത്തിലുള്ള ഭക്തി ഉണ്ടെന്നും നമുക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണ ഇതുപോലത്തെ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ സ്നേഹം വരണം. എങ്കിലേ ഇതുകൊണ്ട് അതിനകത്ത് ഉൾക്കൊള്ളേണ്ട വായിച്ചാലേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഭഗവാനോട് സ്നേഹം, ഹരി ഓം, ഭഗവാനോടുള്ള സ്നേഹം ആയിരിക്കട്ടെ ഇന്നത്തെ വിഷയം. ഹരി ഓം.